നമസ്കാരം. എന്നെ തല്ലണ്ടമ്മാവ, ഞാൻ നന്നാകില്ല എന്ന് കരുതി ജീവിക്കുന്ന ചിലരുണ്ട്. എത്ര പറഞ്ഞാലും എത്ര ഉപദേശിച്ചാലും ഏത് രീതിയിലൊക്കെ അവരോട് മറ്റുള്ളവർ പറഞ്ഞു കൊടുത്താലും അവർ ഒരിക്കലും അവരുടെ ശൈലി തിരുത്താൻ തയ്യാറാകില്ല. തങ്ങൾ ചെയ്യുന്നത് വിവരക്കേടാണെന്നും അത് മറ്റുള്ളവർക്ക് ദോഷമുണ്ടാക്കുന്നതാണെന്നും അത് നിയമവിരുദ്ധമാണെന്നും തിരിച്ചറിയാനുള്ള ഒരു വിവേകബുദ്ധി പോലും അവർക്കുണ്ടാകില്ല. ഞാൻ പറഞ്ഞു വന്നത് യൂട്യൂബർ രാജൻ ജോസഫിനെ കുറിച്ചാണ്. ഈ രാജൻ ജോസഫിനെ 2-3 ദിവസങ്ങൾക്ക് മുൻപ് അടൂർ പോലീസ് കൊച്ചിയിൽ നിന്ന് അറസ്റ്റ് ചെയ്തിരുന്നു. കോൺഗ്രസിൻ്റെ പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗമായ ശ്രീനാദേവി കുഞ്ഞമ്മയെ അപമാനിച്ചതിനാണ് അയാളെ അറസ്റ്റ് ചെയ്തത്. അപമാനം എന്ന് പറയുമ്പോൾ ഒരു മാന്യമായിട്ടുള്ള ഒരു അഭിപ്രായമൊക്കെ പറയാം. അങ്ങനെ പറഞ്ഞ അഡ്വക്കേറ്റ് KM ഷാജഹാനെ പോലും അറസ്റ്റ് ചെയ്ത നാടാണ് നമ്മുടെ കേരളം. മണിക്കൂറുകൾക്കകം കൊച്ചിയിൽ നിന്ന് പോലീസ് തിരുവനന്തപുരത്തെത്തി അറസ്റ്റ് ചെയ്തു ഒരു CPMൻ്റെ ഒരു വനിതാ നേതാവിൻ്റെ പരാതിയിൽ. അഡ്വക്കേറ്റ് KM ഷാജഹാനൊക്കെ നിയമം അറിയാവുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പ്രതികരിക്കുമ്പോൾ അതീവ ജാഗ്രത പാലിക്കാറുണ്ട്. എന്നിട്ട് പോലും അദ്ദേഹത്തെ കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരത്തെത്തി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ സംഭവമൊക്കെ ഉണ്ടായി പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത്. പക്ഷേ രാജൻ ജോസഫ് ഇത്തരത്തിൽ ശ്രീനാദേവി കുഞ്ഞമ്മയെ മാത്രമല്ല, നിരന്തരം രാഹുൽ മാങ്കൂട്ടത്തിലിനെ അങ്ങനെ അയാൾക്ക് തോന്നുന്ന പലരെയും അയാൾക്ക് തോന്നുന്ന ഭാഷയിൽ അപമാനിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളാണ്. എന്തും പറയാം, എന്നെ ആരും ഒന്നും ചെയ്യില്ല എന്നുള്ള ഒരു അമിതമായ ആത്മവിശ്വാസം അല്ലെങ്കിൽ വിവരക്കേട് അദ്ദേഹത്തിനുണ്ട്. എന്തായാലും ശ്രീനാദേവി കുഞ്ഞമ്മ പരാതി കൊടുത്ത് ദിവസങ്ങൾക്ക് ശേഷവും രാജൻ ജോസഫിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളൊരു വസ്തുതയാണ്. അപ്പോഴാണ് രാജൻ ജോസഫ് ഇത്തരത്തിലൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. ഞാൻ ഇന്ന സ്ഥലങ്ങളിൽ പോകുന്നുണ്ട്, ബാർബർ ഷോപ്പിൽ പോകുന്നുണ്ട്, ചായ കുടിക്കാൻ പോകുന്നുണ്ട്, ഗൂഗിൾ പേ വഴിയാണ് ഞാൻ ഇതിൻ്റെ പണം ക്രയവിക്രയം ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ഞാനിവിടെ കൊച്ചിയിൽ തന്നെയുണ്ട് എന്ന് പറഞ്ഞ് പോലീസിനെ പോലും വെല്ലുവിളിക്കുന്ന പരിഹസിക്കുന്ന രീതിയിലുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. ആ ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്തതിൻ്റെ അന്നോ പിറ്റന്നോ ആണ് അടൂർ പോലീസ് കൊച്ചിയിലെത്തി രാജൻ ജോസഫിനെ തൂക്കിയെടുത്ത് അടൂരിലേക്ക് കൊണ്ടുവന്നത്. ഈ കൊണ്ടുവന്ന സമയത്ത് കോൺഗ്രസ്സുകാർ നല്ല രീതിയിലൊന്ന് പഞ്ഞിക്കിടാനൊക്കെ ശ്രമിച്ചു, എന്തൊക്കെയോ കിട്ടുകയും ചെയ്തു. അപ്പോൾ കാര്യങ്ങളൊക്കെ അവിടെ കൊണ്ട് അവസാനിക്കുമെന്നാണ് നമ്മളെല്ലാവരും കരുതിയത്. കാരണം ശ്രീനാദേവി കുഞ്ഞമ്മ ഒരു രാഷ്ട്രീയ പ്രവർത്തകയാണ്. ശ്രീനാദേവി കുഞ്ഞമ്മ എന്നല്ല, ഏതൊരു സ്ത്രീയോ ആയിക്കോട്ടെ അല്ലെങ്കിൽ പുരുഷനോ ആയിക്കോട്ടെ, അവരുടെ സ്വകാര്യതയിൽ ഒളിഞ്ഞു നോക്കി അവരെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നത് ഒരിക്കലും ന്യായമായിട്ടുള്ള ഒരു കാര്യമല്ല. അവരെന്തെങ്കിലും ഒരു ക്രൈം ചെയ്യുമ്പോൾ, അവർ നിയമവിരുദ്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രവർത്തികൾ ചെയ്യുമ്പോൾ അതിനെ തുറന്നു കാണിക്കുന്നതിൽ യാതൊരു തടസ്സവുമില്ല. പക്ഷേ അവരുടെ സ്വകാര്യതയെ ലംഘിക്കുന്ന യാതൊന്നും ചെയ്യാൻ പാടില്ല. പക്ഷേ രാജൻ ജോസഫ് അങ്ങനെയില്ല. അദ്ദേഹത്തിനൊരു തോന്നലുണ്ട്, ആരെയും എന്തും പറയാം, ഞാൻ ഇങ്ങനെയാണ്, ഞാൻ ധീരനാണ് എന്നൊക്കെയുള്ള ഒരു ചിന്ത ഒരുപക്ഷെ അദ്ദേഹത്തിനുണ്ടാവാം. അതായിരിക്കാം അദ്ദേഹത്തെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറയിക്കുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിനെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ കൊടുത്ത് പ്രലോഭിപ്പിച്ച് പറയിക്കുന്നതായിരിക്കാം. എന്തായാലും രാജൻ ജോസഫിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്ത രാജൻ ജോസഫ് അതിൻ്റെ പിറ്റെന്നോ മറ്റോ ജാമ്യം കിട്ടി പുറത്തിറങ്ങി. ഈ പുറത്തിറങ്ങിയതിന് ശേഷമെങ്കിലും നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു കേസിൽ ജാമ്യം കിട്ടി പുറത്തിറങ്ങുമ്പോൾ കോടതി ചില നിബന്ധനകൾ വയ്ക്കും. പ്രത്യേകിച്ചും ഇനി ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കരുത് എന്ന് ഉറപ്പായും ആ നിബന്ധനയിൽ ഉണ്ടാവുകയും ചെയ്യും. പക്ഷേ പുറത്തിറങ്ങി മണിക്കൂറുകൾക്കകം രാജൻ ജോസഫ് വീണ്ടും ഇത്തരത്തിലുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്തു. ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഞാൻ കരുതിയത് രാജൻ ജോസഫിൻ്റെ അക്കൗണ്ട് കൈകാര്യം ചെയ്യുന്നത് മറ്റാരെങ്കിലും ആയിരിക്കുമെന്നാണ്. കാരണം രാജൻ ജോസഫിന് ജാമ്യം കിട്ടിയ കാര്യം ഞാൻ അറിഞ്ഞിരുന്നില്ല. അപ്പോൾ അത്തരത്തിലാണ് വീണ്ടും ഈ ശ്രീനാദേവി കുഞ്ഞമ്മയെക്കുറിച്ചും മറ്റും ഈ രാജൻ ജോസഫ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത്. എന്തായാലും ജാമ്യത്തിൽ ഇറങ്ങിയതിനു ശേഷവും ഈ അപമാനിക്കൽ തുടർന്നതോടെ ശ്രീനാദേവി കുഞ്ഞമ്മ വീണ്ടും രാജൻ ജോസഫിനെതിരെ പരാതി കൊടുത്തു. ജാമ്യ വ്യവസ്ഥ ലംഘിച്ച കുറ്റത്തിന് രാജൻ ജോസഫിനെ അടൂർ പോലീസ് വീണ്ടും കൊച്ചിയിൽ നിന്ന് തൂക്കിയെടുത്ത് അടൂരേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ഒരു വ്യക്തിയെക്കുറിച്ചോ ഒരു സംഘടനയെക്കുറിച്ചോ ഒരു രാഷ്ട്രീയ പാർട്ടിയെക്കുറിച്ചോ ഒരു രാഷ്ട്രീയ നേതാവിനെക്കുറിച്ചോ ഒക്കെ നമ്മൾ പ്രതികരിക്കുമ്പോൾ, ഒരാൾ ധൈര്യപൂർവ്വം പ്രതികരിക്കുമ്പോൾ അത് മറ്റുള്ളവർ അദ്ദേഹത്തിനെ ആ സംഘടനയ്ക്കെതിരെയോ രാഷ്ട്രീയത്തിനെതിരെയോ വ്യക്തികൾക്കെതിരെയോ നേതാക്കൾക്കെതിരെയോ നിൽക്കുന്നവർ അതിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കും. കാരണം അവർക്ക് അത് പറയാനുള്ള ഒരു ചങ്കുറപ്പുണ്ടാകില്ല. ഇവരിങ്ങനെ കമൻറ്റിലൂടെയൊക്കെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ ഈ പറയുന്നയാൾ കരുതും ഞാനെന്തോ വലിയ സംഭവമാണ്, അതുകൊണ്ട് എനിക്ക് ഇനിയും പറയാം, എനിക്ക് ഇത്രയും ആൾക്കാരുടെ പിന്തുണയുണ്ടല്ലോ എന്നൊക്കെ കരുതി വീണ്ടും പറഞ്ഞുകൊണ്ടേയിരിക്കും. അതാണ് ഈ രാജൻ ജോസഫിനെ പോലെയുള്ളവർക്ക് സംഭവിക്കുന്നത്. രാജൻ ജോസഫ് ശ്രീനാദേവി കുഞ്ഞമ്മയെയും രാഹുൽ മാങ്കൂട്ടത്തിനെയും ഒക്കെ ഇത്തരത്തിൽ ആക്ഷേപിച്ചപ്പോൾ അതിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാനായി അന്തം കമ്മികളൊക്കെ ഉണ്ടായി. അന്തം കമ്മികളാണ് അയാളെ ആദ്യം അറസ്റ്റ് ചെയ്ത് അടൂർ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നപ്പോൾ അവിടുത്തെ പ്രാദേശിക നേതാക്കളാണ് അയാളെ ജാമ്യത്തിലിറക്കാനായി അവിടെ വന്നത്. ഇതുപോലെ തന്നെയാണ് അരുൺ ശിവൻകുട്ടി എന്ന മാവേലിക്കരക്കാരനായ അന്തം കമ്മിയും. അയാളൊക്കെ മുഖം മറച്ചാണ് ഇന്നലെ മിനിഞ്ഞാന്ന് അടൂരെത്തിയത്.
അത്തരത്തിലാണ് ഇവരുടെയൊക്കെ ശരി. ആരെയും എന്തും പറയാം. ഈ അരുൺ ശിവൻകുട്ടിയൊക്കെ ഞാനിങ്ങനെ പറയാൻ കാരണം അയാളുടെയൊക്കെ പഴയ ഫേസ്ബുക്ക് പോസ്റ്റുകൾ എടുത്തു നോക്കിയാൽ അയാൾ എവിടെയുണ്ട്, ഈ ആരെക്കുറിച്ചാണോ പറയുന്നത് അവരുമായി യാതൊരു ബന്ധമില്ലെങ്കിൽ പോലും ഈ അരുൺ ശിവൻകുട്ടി എവിടെയാണുള്ളതെന്ന് തെരഞ്ഞു പിടിച്ചു പോയി അടി കൊടുക്കുന്ന തരത്തിലുള്ള ഭാഷാ ശൈലിയാണ്. അതായത് പിണറായി വിജയൻ്റെ ഭരണം മാറിയെന്നും അത് ഞാൻ അറിഞ്ഞിട്ടില്ല. പിണറായി വിജയൻ ഭരിച്ചിരുന്നപ്പോൾ എന്തും ചെയ്യാം, ആരെയും എന്തും ചെയ്യാം, അന്തം കമ്മികൾക്ക് ആരെയും എന്തും ചെയ്യാമെന്നുള്ള ഒരവസ്ഥയായിരുന്നു. പക്ഷേ ആ ഭരണം മാറിയത് ഈ വിവരദോഷി അറിഞ്ഞിരുന്നില്ല. അതാണ് ഇപ്പോൾ സംഭവിച്ചതും. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇയാളെ പോലീസ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതുമൊക്കെ പിന്നീട് മോങ്ങുന്നത് കണ്ടു. എന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കൂട്ടുകാരൊക്കെ അടിക്കാൻ വന്നു, അടിച്ചു, അത് ലൈവായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിന് കാണിച്ചു കൊടുത്തു എന്നുള്ളതൊക്കെ. എന്തായാലും ഈ പോലീസ് തന്നെ പറയുന്നത് രാജൻ ജോസഫ് നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുകയാണ് എന്നുള്ളതാണ്. അതിപ്പോഴാണ് പോലീസ് മനസ്സിലാക്കുന്നത്. ഞങ്ങളെയൊക്കെ എത്ര തവണയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്, എന്തൊക്കെ കേസുകളാണ് ഞങ്ങൾക്കെതിരെ ചുമത്തിയത്, ഞങ്ങൾ ചെയ്ത കുറ്റം എന്താണ്, ഞാനും അഡ്വക്കേറ്റ് കെ എം ഷാജഹാനും ടി പി നന്ദകുമാറും മറുനടൻ ഷാജൻ സ്കറിയയും ഐ2ഐ സുനിലും ഒക്കെ ചെയ്ത കുറ്റം എന്താണ്. പിണറായി വിജയൻ്റെ കൊള്ളരുതായ്മകളെ തുറന്നു കാണിച്ചു. പിണറായി വിജയൻ സർക്കാർ ചെയ്യുന്ന കൊള്ളരുതായ്മകളെ ജനങ്ങളുടെ മുന്നിലെത്തിച്ചു. ഇതെല്ലാം ഞങ്ങൾ ചെയ്ത കുറ്റം. ഒരു ഭരണകൂടം ഇത്തരത്തിലുള്ള അഴിമതികൾ കാണിക്കുമ്പോൾ അത് സഭ്യമായ ഭാഷയിൽ തുറന്നു കാണിച്ചാൽ എന്താണ് പ്രശ്നം? അതാണ് ഞങ്ങൾ ചെയ്തത്. പക്ഷേ ആരെക്കുറിച്ചും എന്തും പറയാമെന്ന് ധാരണയുള്ള ഈ രാജൻ ജോസഫിനെ പോലെയുള്ള ചിലർ ഇതൊക്കെ എന്തുമാത്രം അധിക്ഷേപങ്ങൾ നടത്തി പലർക്കെതിരെയും. എന്നിട്ട് പോലും കേസെടുക്കാൻ പോലീസ് തയ്യാറായില്ല. എൻ്റെ ഓഫീസ് റെയ്ഡ്, DNA ഓഫീസ് റെയ്ഡ് ചെയ്തത് പോലും സ്വമേധയാ കേസെടുത്തുകൊണ്ടാണ്. ഒരു സുധീർ എന്ന് പറയുന്ന ഒരു CI സ്വമേധയാ കേസെടുത്തുകൊണ്ടാണ്. അതിൽ ഞാൻ പറഞ്ഞിരുന്നത് ചീഫ് സെക്രട്ടറിയും DGPയും കഴിവുകെട്ട ഉദ്യോഗസ്ഥരാണ് എന്ന് പറഞ്ഞതാണ് ഞാൻ ചെയ്ത കുറ്റം. എന്തായാലും രാജൻ ജോസഫ് ചട്ടിക്കകത്തായി എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത. എന്തായാലും രാജൻ ജോസഫ് ചട്ടിക്കകത്തായി എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇനിയെങ്കിലും ഇയാൾ നന്നാവുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു പ്രതീക്ഷയുമില്ല. കാരണം നിയമത്തെക്കുറിച്ചോ അതിൻ്റെ ഭവിഷ്യത്തിനെക്കുറിച്ചോ നിയമലംഘനം നടത്തിയാലുള്ള ഭവിഷ്യത്തിനെക്കുറിച്ചോ ഒന്നുമുള്ള ബോധം അദ്ദേഹത്തിനുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. എന്തായാലും ഈ തൊപ്പിയെ പോലെയും രാജൻ ജോസഫിനെ പോലെയുള്ളവരെയും ഒക്കെ നിലയ്ക്ക് നിർത്തേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല, ഇപ്പോൾ നടി മഞ്ജു പിള്ളയുടെ മകളെക്കുറിച്ച് ഒരു സ്ത്രീ ഇത്തരത്തിൽ വളരെ മോശകരമായിട്ടുള്ള ഒരു വീഡിയോ അവരുടെ ഫേസ്ബുക്കിലോ മറ്റോ പങ്കുവെച്ചതായിട്ട് വാർത്തകൾ വരുന്നു. ആ വാർത്ത മനോരമയൊക്കെയാണ് സംപ്രേഷണം ചെയ്യുന്നത്, അവരുടെ ഓൺലൈനിലൊക്കെയാണ് വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായിട്ടുള്ള ഒരു കാര്യം. ആരാലും അറിയപ്പെടാതെ കിടക്കുന്ന ചില വിവരദോഷികളൊക്കെ സമൂഹത്തിൽ അല്പം നിലയും വിലയുമായി ജീവിക്കുന്നവർക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ അതിനെപ്പോലും വാർത്തയാക്കുന്ന ഒരു മുൻനിര മാധ്യമങ്ങളുള്ള കേരളത്തിൽ ഇനിയും ആൾക്കാർ ഇതൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്തായാലും രാജൻ ജോസഫ് ചട്ടിക്കകത്തായി. ഇനിയെങ്കിലും അയാൾ തിരുത്തപ്പെടുമോ എന്നാണ് നമുക്ക് കണ്ടറിയേണ്ടത്.